कि मस्जिद तोड़कर मंदिर बनाया गया। दूसरे ये है कि ये जब हिस्ट्री हमारी आने वाली नस्ल पढ़ेंगी। സർ, രാമക്ഷേത്രം പൊളിക്കണം. സുപ്രീം കോടതിയാണ് രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി കൊടുത്തത്. പക്ഷേ ചില സുഡാപ്പികൾക്ക് ഇപ്പോൾ രാമക്ഷേത്രം പൊളിച്ചേ അടങ്ങും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇമാംസ് അസോസിയേഷൻ പ്രസിഡൻ്റായി നിൽക്കുന്ന ഒരാൾ പറയുകയാണ് രാമക്ഷേത്രം പൊളിക്കും, മാത്രമല്ല ഇന്ത്യയിൽ ഇസ്ലാം ഭരണം വരികയും ചെയ്യും എന്ന് തീർത്ത് പറയുന്നുണ്ട്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? ഇല്ല, ഈ ധന്യ പറഞ്ഞതുപോലെ സുഡാപ്പി എന്ന് പറഞ്ഞ് ഇതിനെ തള്ളേണ്ട കാര്യമല്ല. ആൾ ഇന്ത്യ ഇമാംസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഇമാം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവരുടെ ഒരു മുസ്ലിം മത പുരോഹിതനാണ് ഇമാം. എല്ലാ പള്ളികളിലും ഒക്കെ ഇമാമൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. അങ്ങനെയുള്ള ഇമാമുമാരുടെ സംഘടനയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് മൗലാന സാജിദ് റഷീദി. അദ്ദേഹം ഇന്നലെ ഭാരത് ടി വി, റിപ്പബ്ലിക്കിൻ്റെ ഹിന്ദി വെർഷനാണല്ലോ ഭാരത് ടി വിയിൽ കൊടുത്ത അഭിമുഖം ഞാൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം പറയുകയാണ് രാമക്ഷേത്രം തകർക്കും, ഇപ്പോൾ ഉള്ള രാമക്ഷേത്രം തകർത്തിരിക്കും, എന്നിട്ട് ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക ഭരണാധികാരി വരുമ്പോൾ ഉറപ്പായിട്ടും അത് സംഭവിച്ചിരിക്കും. എന്നിട്ട് മാത്രമല്ല, അവിടെ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കും, ഇതെടുത്ത് പുനർനിർമ്മിക്കും. അതുകൂടാതെ അദ്ദേഹം പറയുകയാണ് 50 വർഷം കൂടി കാത്തിരുന്നാൽ മതി. അപ്പോൾ 50 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഇസ്ലാം ഭരണാധികാരി ഉണ്ടാവും, അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരി ഉണ്ടാകുമെന്ന് ഓൾ ഇന്ത്യ ഇമാംസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറയുന്നു. ഒരു മുസ്ലിം ഭരണാധികാരി ഉണ്ടാവട്ടെ, കാരണം നമുക്കിവിടെ രാജ്യത്തെ പല പ്രധാനപ്പെട്ട പദവികളിലും മുസ്ലിമുകൾ വന്നിട്ടുണ്ട്. മുസ്ലിമുകൾ വരരുത് നമ്മൾ പറയുന്നില്ല. പ്രധാനമന്ത്രി ആവട്ടെ, പ്രസിഡന്റ് ആവട്ടെ, രാഷ്ട്രപതിയായിട്ടില്ലേ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ഒരാളെ നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കി. അദ്ദേഹം മുസ്ലിമാണോ എന്ന് നമ്മൾ നോക്കിയിട്ടില്ല, അല്ലേ? ലോകം ആരാധിക്കുന്ന ഒരു മഹാമനീഷിയെ നമ്മൾ രാഷ്ട്രപതിയാക്കിയിട്ടുണ്ട്. അപ്പം മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ ജനാധിപത്യ വേദികളിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷേ അദ്ദേഹം പറയാണ് 50 വർഷം മതി, 50 വർഷം കഴിയുമ്പോൾ ഒരു മുസ്ലിം റൂളർ വരും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വരുന്നത് പോലെയുള്ളൊരു ഭരണാധികാരിയല്ല, മുസ്ലിം അജണ്ട നടപ്പാക്കുന്ന ഒരു റൂളർ വരും. അപ്പോൾ എന്തു ചെയ്യും? ഇത് തകർക്കും എന്ന് പറയുക, തകർത്തിട്ട് ബാബറി പള്ളി പുനർനിർമ്മിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയാണ് കുഴപ്പം. 50 വർഷം കഴിയുമ്പോൾ ഇസ്ലാമിക റൂളർ വരും, അല്ലെങ്കിൽ ഒരു മുസ്ലിം പ്രധാനമന്ത്രി വരുമെന്നോ രാഷ്ട്രപതി വരുമെന്നല്ല പറഞ്ഞത്. 50 വർഷം കാത്തിരുന്നാൽ എന്ത് വരും? ഇസ്ലാമിക് റൂളർ വരും എന്ന് പറഞ്ഞാൽ ഇന്ത്യ 50 വർഷം കഴിയുമ്പോൾ മുസ്ലിം രാഷ്ട്രമായി മാറും എന്നല്ലേ അതിനർത്ഥം? ആണ്. അപ്പോൾ 50 വർഷം കഴിഞ്ഞ് ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രം വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ രാമജന്മഭൂമിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന രാമക്ഷേത്രം തകർത്ത് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കും എന്ന് പറയുന്നു. ഇതിലാണ് കുഴപ്പം. കാരണം ഈ പറയുന്ന മൗലാന സാജിദ് റഷീദി ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ജനാധിപത്യപരമായ അവകാശങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മോദി സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ അവരാവശ്യപ്പെടുന്നത്, അവർ ഭാവിക്കുന്നത് അവർ ജനാധിപത്യവാദികളാണെന്നാണ്. രണ്ടാമത് അവർ പറയുന്നു ഭരണഘടനയിൽ നൽകിയിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കണം, മതത്തിനുള്ള ആരാധനയ്ക്കുള്ള അവകാശങ്ങൾ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിലുണ്ട്, അത് സംരക്ഷിക്കണമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ ഇവർ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു, അല്ലേ? ഇപ്പോൾ പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 50 വർഷം കഴിഞ്ഞ് മുസ്ലിം ഭരണാധികാരി വരും എന്ന് പറയുമ്പോൾ അന്ന് ഭരണഘടന ഉണ്ടാവില്ല എന്നല്ലേ ഇതിനർത്ഥം? ഞങ്ങൾ അന്ന് ഭരണഘടന ഉണ്ടാവില്ല, ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന സുപ്രീം കോടതി ഉണ്ടാവത്തില്ല, കാരണം ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധിയെ ഞങ്ങൾ അന്നെടുത്ത് തോട്ടിക്കളയും എന്ന് പറഞ്ഞാൽ എന്ത് കളയും? ഭരണഘടനയെ ഇല്ലാതാക്കും. പിന്നെ മുസ്ലിം റൂളർ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക രാജ്യമെന്നല്ലേ പറയും? നരേന്ദ്രമോദിയെ നമ്മൾ ഹിന്ദു റൂളർ എന്ന് പറയാറുണ്ടോ? ഇല്ല. ഇനി യോഗി ആദിത്യനാഥ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും അമിത്ഷാ ആയാലും ഹിന്ദു റൂളർ എന്ന് പറയാറില്ല, BJPയുടെ റൂളർ എന്നാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറയുന്നത്. ഇസ്ലാമിക് റൂളർ എന്നാണ് പറയുന്നത്. അപ്പോൾ 50 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വരുമെന്ന് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ പരസ്യമായി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാനലുകളിലൊന്നാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാരത് ടി വി. അതൊരു നാഷണലിസ്റ്റ് ചാനലാണെന്നറിയാം, ദേശീയവാദം, അതുകൊണ്ട് ആളുകൾ പറയും സംഘി ചാനലാണെന്ന് പറയും. അങ്ങനെയുള്ളൊരു ചാനലിൽ വന്നിരുന്നിട്ട് 50 വർഷം കൊണ്ട് ഇസ്ലാമിക ഭരണം കൊണ്ടുവന്ന് ബാബറി പള്ളി രാമക്ഷേത്രം പൊളിച്ച് നിർമ്മിക്കും എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ ആരാ?
അപ്പോൾ ഇപ്പോൾ പറയുന്ന മതേതരത്വം, ജനാധിപത്യം, ഭരണഘടനയെ അംഗീകരിക്കൽ, കോടതിയെ അംഗീകരിക്കലൊക്കെ ഒരു അഭിനയമാണ്. അതെ, അല്ലേ? അപ്പോൾ ഇതിനെയാണ് തക്കിയ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു നിർണായക ഭൂരിപക്ഷം ഉണ്ടാവുന്നത് വരെ നമ്മൾ നാട്ടിലെ ജനാധിപത്യം അംഗീകരിക്കും, കോടതിയെ അംഗീകരിക്കും, ഭരണഘടനയെ അംഗീകരിക്കും. ഞങ്ങൾ ഭൂരിപക്ഷമായാൽ എന്തു ചെയ്യും? ഞങ്ങൾക്ക് കോടതിയില്ല, ജനാധിപത്യമില്ല, ഭരണഘടനയില്ല, പിന്നെ എന്താണ്? ഞങ്ങൾക്ക് ഇസ്ലാമിക ഭരണമാണ്, ഞങ്ങൾക്ക് ശരീഅത്താണ്. അപ്പോൾ 50 വർഷം കൊണ്ട് ഇന്ത്യയെ ശരീഅത്ത് നിയമത്തിലാക്കുമെന്നാണ് മൗലാന സാജിദ് റഷീദി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ആൾ ഇന്ത്യ ഇമാം കൗൺസിലിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളാണ് പറയുന്നത് 50 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കും എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തമസ്കരിച്ചു. ശരിക്കും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ശരിക്കും നമ്മൾ നോക്കൂ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് ഒരു 10-20 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലെ ചുമരുകളിൽ എഴുതിയിരുന്നു. ആ സംഘടനയുടെ പേര് സിമി എന്നാണ്. സിമി എന്ന് പറയുന്ന ആ സംഘടനയെ നിരോധിച്ചു. കാരണം അവർ ഇസ്ലാമിക രാജ്യമാക്കാൻ ഇന്ത്യയെ ശ്രമിക്കുന്നു എന്ന പേര് പറഞ്ഞിട്ടാണ് സിമിയെ നിരോധിച്ചത്. മുസ്ലിം ലീഗിലെ നേതാവായ E.T. മുഹമ്മദ് ബഷീർ, ജലീൽ, കെട്ടി ജലീൽ, ഇവരൊക്കെ പഴയ സിമി നേതാക്കന്മാരാണ്. അവരൊക്കെ സിമി പിരിച്ചു വിട്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പലയിടത്ത് വേറെ സ്ഥലങ്ങളിലേക്ക് ചേക്കേറി. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ CPM-ലും മറ്റ് പാർട്ടികളിലൊക്കെ ചേർന്നു എന്ന് പറയുന്ന പോലെ സിമി നിരോധിച്ചപ്പോൾ സിമിയുടെ പ്രവർത്തകർ എന്ത് ചെയ്തു? മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള ആളുകൾ ലീഗായി, ജലീൽ ഇടതുപക്ഷക്കാരനായി. പക്ഷേ അവരുടെ ഉള്ളിലെ സിമി പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, പോയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അന്ന് സിമി പറഞ്ഞ അതേ കാര്യമല്ലേ ഓൾ ഇന്ത്യ ഇമാംസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് 50 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാകും എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങൾ ജനസംഖ്യയിൽ ഞങ്ങൾ ഭൂരിപക്ഷം വന്ന് ഡെമോഗ്രാഫി ചേഞ്ച് ചെയ്ത് ഇന്ത്യയുടെ ഭരണം ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ നിയമാനുസൃതം കോടതി പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണല്ലോ രാമക്ഷേത്രം നിർമ്മിച്ചത്. ആ രാമക്ഷേത്രം എങ്ങനെ പൊളിക്കാൻ പറ്റും? അപ്പോൾ അവർ പറയുന്നത് അതിനർത്ഥം ഇന്ത്യൻ ഭരണഘടനയെ, ഇന്ത്യൻ കോടതി വിധികളെ ഞങ്ങളപ്പോൾ മാനിക്കത്തില്ല. ഞങ്ങളപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇസ്ലാമിക റൂളർ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമമായിരിക്കും, ശരിയായിരിക്കും. ഇന്ത്യൻ ആർമിയെ അവരെന്തു പറ്റും? ഇസ്ലാമിക ആർമിയാക്കി മാറ്റും എന്നൊക്കെ പറയുന്നതിന് സമാനമായ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. സമാനമായ കാര്യമല്ല, അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ ഇന്ത്യയിലെ പതിനായിരക്കണക്കിന് വരുന്ന മസ്ജിദുകളിലെ ഇമാമുമാരുടെ സംഘടനയുടെ അധ്യക്ഷൻ പറയുന്നു. അപ്പോൾ ഇതാണോ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളുടെ, മുസ്ലിം പള്ളികളിലെ, ഇന്ത്യയിലെ എല്ലാം ഇമാമുമാരുടെ അഭിപ്രായം എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ മസ്ജിദുകളുണ്ട്, ആ മസ്ജിദുകളിൽ ഇമാമുണ്ട്. ആ ഇമാം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണം, ഹിന്ദുക്കൾ മുഴുവൻ ഇസ്ലാമിൻ്റെ ഭരണത്തിന് കീഴിൽ 2ാം കിട പൗരന്മാരായി കഴിയണം എന്ന അഭിപ്രായമുള്ളവരാണോ? ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരുടെ അധ്യക്ഷൻ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് പറയണം. പക്ഷേ എന്തെങ്കിലും പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും പറയില്ല. കാരണം നമ്മുടെ നാട്ടിൽ എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുന്നു. ഇപ്പം നമ്മൾ ഈയിടെ കണ്ടില്ലേ, ഗുരുവായൂർ ഒരു മനുഷ്യൻ ഹാഷിം എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ രഹസ്യഭാഗത്തെ രോമം പറിച്ചെടുത്ത് ഒരു തുളസി തറയിൽ കൊണ്ടിടുന്നു. അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ അതിന് വലിയ കാമ്പയിൻ നടന്നു. ഇവിടുത്തെ ഏതെങ്കിലും ഇസ്ലാമിക സംഘടന ആ നടപടി മോശമായി പോയി എന്ന് പറഞ്ഞു? ലീഗ് മുതൽ സുഡാപ്പി വരെ SDPI വരെയുള്ള സംഘടനകൾ ആരും അത് മോശമായി പോയി, അത് ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞില്ല. ഇവിടുത്തെ ഒരു പുരോഗമന സംഘടന പറഞ്ഞില്ല, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി അവലംബിച്ചില്ല, ഒരു സാംസ്കാരിക നായകയും കുറച്ചില്ല. അല്ലേ? ശരിക്കും നേരെ തിരിച്ച് ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയുള്ള ഒരു സംഭവത്തിന് നേരെ ഒരു ഹിന്ദുവാണ് ഇങ്ങനെ കാണിച്ചെങ്കിൽ എന്തെല്ലാം നമ്മുടെ നാട്ടിലുണ്ടാകുമായിരുന്നു. അത് ചില ആളുകൾ ഇയാളുടെ പാരഡൈസ് ഹോട്ടൽ ഗുരുവായൂർ അതിൻ്റെ ചിത്രമൊക്കെ ഇട്ടിട്ട് കമൻറ്റ് ഇട്ടപ്പോൾ അവർ വന്നിട്ട് നിങ്ങൾ മുസ്ലിമിൻ്റെ കച്ചവടം പൊട്ടിക്കുകയാണോ എന്ന് പറഞ്ഞ് തെറിയായിരുന്നു. അവർ പോലും, അവരിൽ മഹാഭൂരിപക്ഷം ആളുകളും, ഞാൻ ഒരാളെ പോലും കണ്ടില്ല, മഹാഭൂരിപക്ഷം ഞാൻ കണ്ട എല്ലാവരും ചെയ്തത് ഇതിനെ ന്യായീകരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് മാത്രം ഈ ഹാഷ്യം ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞില്ല. ഇതാണ് ഒരു പൊതു സ്വഭാവം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയത്തില്ല. കാരണം എന്താണെന്നറിയോ? അത് അവരെ സംബന്ധിച്ച് ശരിയാണ്. അന്യമതത്തിൻ്റെ ബിംബങ്ങളെ അവഹേളിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവഹേളിക്കുക പറ്റിയാൽ നശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നശിപ്പിക്കാൻ പറ്റിയില്ല അവഹേളിക്കുക എങ്കിലും ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതുന്ന ആളുകൾ ഇങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ ഏതായാലും ഇവരുടെ ഈ വിചാരമുണ്ടല്ലോ, മൗലാന സാജിദ് റഷീദിക്ക് തെറ്റിപ്പോയി. 50 അല്ല 500 വർഷം കഴിഞ്ഞാലും ഇവന്മാരൊന്നും രാമക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലെ പെയിൻ്റ് ഒന്നും ചുരണ്ടാൻ പോകില്ല. കാരണം ഇന്ത്യ ഇസ്ലാമിക രാജ്യം ആവത്തില്ല. കാരണം ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് നല്ല ഒന്നാന്തരം വിഷനുള്ള, നല്ല ദീർഘകാല പദ്ധതിയുള്ള ആളുകളാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും യോഗിയും ഒക്കെ
പിന്നെ യോഗിയും അതുപോലെ പേരറിയാത്ത ആയിരക്കണക്കിനായ സനാതനികളായ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയിൽ ഉള്ളിടത്തോളം കാലം ഇതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമായിരിക്കും. അങ്ങനെ ഏതെങ്കിലും കാലത്ത് ഇസ്ലാമിക ഭൂരിപക്ഷം ഉണ്ടായി ബാബറി പള്ളി അവിടെ പുനർനിർമ്മിക്കാം എന്ന് കരുതി വരുന്നവൻ്റെയൊക്കെ നെഞ്ചത്ത് ഉണ്ട കയറി ചാകുമെന്നല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ സ്വപ്നം കാണാം, ടാക്സ് കൊടുക്കണ്ടല്ലോ.